എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. 2025 മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ലഭിച്ച ബാഡ്മിൻ്റൺ താരങ്ങൾ ആരൊക്കെയാണ്? സാത്വിക് സായ്രാജ് റങ്കിറെഡ്ഡി, ചിരാഗ് ഷെട്ടി. സാത്വിക് സായ്രാജ് റങ്കിറെഡ്ഡി, ചിരാഗ് ഷെട്ടി 2025 മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ലഭിച്ച ബാഡ്മിൻ്റൺ താരങ്ങൾ. ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ ഏർപ്പെടുത്തിയ പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ HV ഈശ്വർ. ഡോക്ടർ HV ഈശ്വറിനാണ് ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ ഏർപ്പെടുത്തിയ പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത്. MP വീരേന്ദ്രകുമാർ സ്മാരക പ്രഥമ ദേശീയ പുരസ്കാരത്തിന് അർഹനായത് പാണ്ഡുരംഗ ഹെഗ്ഡെ. പാണ്ഡുരംഗ ഹെഗ്ഡെയാണ് MP വീരേന്ദ്രകുമാർ സ്മാരക പ്രഥമ ദേശീയ പുരസ്കാരത്തിന് അർഹനായത്. ഇന്ത്യയിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് പ്രകാശ് മഗ്ദും. പ്രകാശ് മഗ്ദുമാണ് ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത്. അടുത്തിടെ കേരള ലീഗൽ സർവീസസ് അതോറിറ്റി കെൽസ ആരംഭിച്ച നിയമസേവന പദ്ധതികളുടെ പേര് സമയം, സമന്വയ, അതിജീവനം. അടുത്തിടെ കെൽസ കേരള ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച നിയമസേവന പദ്ധതികളാണ് സമയം, സമന്വയ, അതിജീവനം. ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ല് 2024 രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2025 ഏപ്രിൽ 15. 2025 ഏപ്രിൽ 15 ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ല് 2024 രാഷ്ട്രപതി ഒപ്പുവെച്ചത്. സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ധർമ്മടം. ധർമ്മടമാണ് സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം. രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി ഗവർണർ റഫർ ചെയ്യുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി നൽകിയ സമയപരിധി 3 മാസം. രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി ഗവർണർ റഫർ ചെയ്യുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി നൽകിയ സമയപരിധി 3 മാസമാണ്. ഭീകരാക്രമണത്തെ തുടർന്ന് 27ഓളം പേർ കൊല്ലപ്പെട്ട പഹൽഗാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കശ്മീർ. ഭീകരാക്രമണത്തെ തുടർന്ന് 27ഓളം പേർ കൊല്ലപ്പെട്ട പഹൽഗാം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കശ്മീരിലാണ്. 2025 യുനെസ്കോ ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ച നിക്കരാഗ്വയിലെ ഏറ്റവും പഴയ പത്രം ലാ പ്രെൻസ. 2025 യുനെസ്കോ ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ച നിക്കരാഗ്വയിലെ ഏറ്റവും പഴയ പത്രമാണ് ലാ പ്രെൻസ. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരമായി അംഗീകരിക്കപ്പെട്ട കേരളത്തിലെയും ഇന്ത്യയിലെയും രണ്ടാമത്തെ നഗരം കോഴിക്കോട്. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരമായി അംഗീകരിക്കപ്പെട്ട കേരളത്തിലെയും ഇന്ത്യയിലെയും രണ്ടാമത്തെ നഗരമാണ് കോഴിക്കോട്. 2025 ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ. 2025 ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം നോർവേയാണ്. അടുത്തിടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ KCA 3 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രീശാന്ത്. ശ്രീശാന്താണ് അടുത്തിടെ KCA കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 3 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ക്രാഷ് ടെസ്റ്റ് പ്രോഗ്രാം ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം. ഭാരത് NCAP. ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാമാണ് ഇന്ത്യ സ്വതന്ത്രമായി വികസിപ്പിച്ച ക്രാഷ് ടെസ്റ്റ് പ്രോഗ്രാം. ഓപ്പറേഷൻ സിന്ദൂരിൽ പ്രയോഗിച്ച 50 മുതൽ 70 കിലോമീറ്റർ റേഞ്ചുള്ള ആകാശത്തു നിന്നും കരയിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തുടുക്കാവുന്ന ബോംബ് ഹാമർ. ഹൈലി അജൈൽ മോഡുലാർ മ്യൂണിഷൻ എക്സ്റ്റൻഡഡ് റേഞ്ച്. ഹാമർ എന്ന ബോംബാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ പ്രയോഗിച്ച 50 മുതൽ 70 കിലോമീറ്റർ റേഞ്ചുള്ള ആകാശത്തു നിന്നും
കരയിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തൊടുക്കാവുന്ന ബോംബ്. ഓപ്പറേഷൻ സിന്ദൂരിൽ പ്രയോഗിച്ച 250 കിലോമീറ്റർ റേഞ്ചുള്ള GPS-ഉം ഭൂപ്രദേശത്തിന്റെ മാപ്പും അടിസ്ഥാനമാക്കി ലക്ഷ്യസ്ഥാനത്തെത്തുന്ന മിസൈൽ സ്കാൽപ് ക്രൂയിസ് മിസൈൽ. സ്റ്റോം ഷാഡോ എന്നും അറിയപ്പെടുന്ന സ്കാൽപ് ക്രൂയിസ് മിസൈലാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ പ്രയോഗിച്ച 250 കിലോമീറ്റർ റേഞ്ചുള്ള GPS-ഉം ഭൂപ്രദേശത്തിന്റെ മാപ്പും അടിസ്ഥാനമാക്കി ലക്ഷ്യസ്ഥാനത്തെത്തുന്ന മിസൈൽ. 2025 തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് KP സുധീര. KP സുധീരയ്ക്കാണ് 2025 തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. കേരളത്തിലാദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. സിയാൽ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് കേരളത്തിലാദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബസ് സർവീസ് ആരംഭിച്ചത്. 2025 ഹോൾബർഗ് പുരസ്കാര ജേതാവ് ഗായത്രി ചക്രവർത്തി സ്പിവാക്. ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ് 2025 ഹോൾബർഗ് പുരസ്കാര ജേതാവ്. രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയുവാനുള്ള സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ഡിജിറ്റൽ സംവിധാനം എപ്പിഫോം. രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയാനുള്ള സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ഡിജിറ്റൽ സംവിധാനത്തിന്റെ പേരാണ് എപ്പിഫോം. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ സ്ഥിര ആസ്ഥാന മന്ദിരം നിലവിൽ വരുന്നത് മുണ്ടയ്ക്കൽ. കൊല്ലത്തെ മുണ്ടയ്ക്കലാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ സ്ഥിര ആസ്ഥാന മന്ദിരം നിലവിൽ വരുന്നത്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സാറ ജോസഫ്. സാറ ജോസഫാണ് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ്. എ ബുക്ക് ഓഫ് ബുക്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സോണാലി ബിന്ദ്രെ. സോണാലി ബിന്ദ്രെയാണ് എ ബുക്ക് ഓഫ് ബുക്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഇന്ത്യയുടെ 23ാമത് നിയമ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ദിനേശ് മഹേശ്വരി. ദിനേശ് മഹേശ്വരിയാണ് ഇന്ത്യയുടെ 23ാമത് നിയമ കമ്മീഷന്റെ ചെയർമാൻ. 2025 US പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ലഭിച്ച ഫുട്ബോൾ താരം ലയണൽ മെസ്സി. ലയണൽ മെസ്സിയാണ് 2025 US പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ലഭിച്ച ഫുട്ബോൾ താരം. ഇന്ത്യയിൽ ആദ്യത്തെ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് HMPV കേസ് റിപ്പോർട്ട് ചെയ്തത് ബംഗളൂരു. ഇന്ത്യയിൽ ബംഗളൂരുവിലാണ് ആദ്യമായി ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് HMPV കേസ് റിപ്പോർട്ട് ചെയ്തത്. 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായത് ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയാണ് 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായത്. ഓസ്ട്രേലിയയെ 5 വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്ക പരാജയപ്പെടുത്തിയത്. 27 വർഷത്തിന് ശേഷമുള്ള ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ ICC കിരീടവും ആണിത്. 2025 കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകി ആദരിക്കപ്പെട്ട നെൽ കർഷകൻ ചെറുവയൽ രാമൻ. ചെറുവയൽ രാമനാണ് 2025 കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകി ആദരിക്കപ്പെട്ട നെൽ കർഷകൻ. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായിയാണ് സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ്. റോമൻ കത്തോലിക്ക സഭയുടെ 267ാമത് പോപ്പ് ലിയോ 14. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് റോബർട്ട് ഫ്രാൻസിസ് പ്രെവോസ്റ്റ്. ലിയോ 14 റോമൻ കത്തോലിക്ക സഭയുടെ 267ാമത് പോപ്പ്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് അഡ്വാൻസ്ഡ് കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് സാങ്കേതിക വിദ്യയുള്ള ആഴക്കടൽ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് അഡ്വാൻസ്ഡ് കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് സാങ്കേതിക വിദ്യയുള്ള ആഴക്കടൽ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് കപ്പൽ ഹൾ 096. ചൈന സൊറില്ല എന്നും അറിയപ്പെടുന്ന ഹൾ 096 ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് കപ്പൽ. രാത്രി 12 ശേഷം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അഖിൽ പി ധർമ്മജൻ. അഖിൽ പി ധർമ്മജനാണ് രാത്രി 12 ശേഷം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ദി സാഗ ഓഫ്
ചേരമാൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീകുമാരി രാമചന്ദ്രൻ. ദി സാഗ ഓഫ് ചേരമാൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് ശ്രീകുമാരി രാമചന്ദ്രൻ. ഇന്ത്യയുടെ നിരീക്ഷണശേഷി വർദ്ധിപ്പിക്കുന്നതിനായി US ഇന്ത്യക്ക് വിൽക്കാൻ തീരുമാനിച്ച സാങ്കേതിക വിദ്യ ഹോക്ക് ഐ 360. ഹോക്ക് ഐ 360 എന്ന സാങ്കേതിക വിദ്യയാണ് ഇന്ത്യയുടെ നിരീക്ഷണശേഷി വർദ്ധിപ്പിക്കുന്നതിനായി US ഇന്ത്യക്ക് വിൽക്കാൻ തീരുമാനിച്ച സാങ്കേതിക വിദ്യ. 2025 CCI ബില്യാർഡ്സ് ക്ലാസിക് ജേതാവായത് പങ്കജ് അദ്വാനി. പങ്കജ് അദ്വാനിയാണ് 2025 CCI ബില്യാർഡ്സ് ക്ലാസിക്കിൽ ജേതാവായത്. വീരശ്രീ വേലുത്തമ്പി ദളവ സ്മാരക സേവാ സമിതിയുടെ 12ാമത് ശ്രീ വേലുത്തമ്പി പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിയാണ് വീരശ്രീ വേലുത്തമ്പി ദളവ സ്മാരക സേവാ സമിതിയുടെ 12ാമത് ശ്രീ വേലുത്തമ്പി പുരസ്കാരത്തിന് അർഹനായത്. വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷൻ നൽകുന്ന മെഡൽ ഓഫ് ഓണർ നേടിയ ആദ്യ ഇന്ത്യൻ അഭിഭാഷകൻ ഭുവൻ റിബു. ഭുവൻ റിബു ആണ് വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷൻ നൽകുന്ന മെഡൽ ഓഫ് ഓണർ നേടിയ ആദ്യ ഇന്ത്യൻ അഭിഭാഷകൻ. ചന്ദ്രനിൽ വഴികാട്ടാൻ GMV എന്ന സ്പാനിഷ് കമ്പനി ഒരുക്കുന്ന നാവിഗേഷൻ സംവിധാനം ലുപിൻ. ലുപിൻ എന്ന സംവിധാനമാണ് ചന്ദ്രനിൽ വഴികാട്ടാൻ GMV എന്ന സ്പാനിഷ് കമ്പനി ഒരുക്കുന്ന നാവിഗേഷൻ സിസ്റ്റം. രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാല ആകാൻ പോകുന്നത് ഇലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. മുംബൈയിലെ ഇലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാല ആകാൻ പോകുന്നത്. കേരള വിജിലൻസ് മേധാവിയായി ചുമതലയേറ്റത് മനോജ് എബ്രഹാം. മനോജ് എബ്രഹാമാണ് കേരള വിജിലൻസ് മേധാവിയായി ചുമതലയേറ്റത്. ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട കാണ്ഡഹാർ വിമാനറാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരനും ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരനുമായ തീവ്രവാദി അബ്ദുൾ റൌഫ് അസർ. അബ്ദുൾ റൌഫ് അസറാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട കാണ്ഡഹാർ വിമാനറാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരനും ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരനുമായ തീവ്രവാദി. സംസ്ഥാനത്ത് ആന്റിബയോട്ടിക്കുകൾ ഏത് നിറമുള്ള കവറിൽ നൽകാനാണ് തീരുമാനമായത്? നീല. സംസ്ഥാനത്ത് ആന്റിബയോട്ടിക്കുകൾ നീല നിറമുള്ള കവറിൽ നൽകാനാണ് തീരുമാനം ആയത്. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശിൽ നിരോധിച്ച മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ആവാമി ലീഗ്. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയാണ് ആവാമി ലീഗ്. 2024-25 വർഷത്തിലെ കേരള പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായത് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി. മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയാണ് 2024-25 വർഷത്തിലെ കേരള പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായത്. ഫൈനലിൽ കേരള പോലീസിനെ 2-1 പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. 2025 72ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൻ്റെ വേദിയായിരുന്നത് ഹൈദരാബാദ്. തെലങ്കാനയിലെ ഹൈദരാബാദായിരുന്നു 2025 72ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൻ്റെ വേദിയായിരുന്നത്. തായ്ലൻഡിനെ പ്രതിനിധീകരിച്ച ഒപാൽ സുജിത ചുവാങ് ശ്രീ മിസ് വേൾഡായി തിരഞ്ഞെടുക്കപ്പെട്ടു. ലോകത്തിലാദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള മെഥനോൾ പ്ലാന്റ് നിലവിൽ വന്നത് ഡെൻമാർക്കിലാണ് ലോകത്തിലാദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള മെഥനോൾ പ്ലാന്റ് നിലവിൽ വന്നത്. ആൻഡമാൻ നിക്കോബാറുകളിലെ കാടുകളിൽ നിന്ന് 5 വർഷത്തേക്ക് NAC അക്രഡിറ്റേഷൻ ലഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഫിഷറീസ് സർവകലാശാല കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് കുഫോസ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് ആണ് ആൻഡമാൻ നിക്കോബാറുകളിലെ കാടുകളിൽ നിന്ന് 5 വർഷത്തേക്ക് NAC അക്രഡിറ്റേഷൻ ലഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഫിഷറീസ് സർവകലാശാല. 53 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ സോവിയറ്റ് ബഹിരാകാശ പേടകം കോസ്മോസ് 482 ആണ് 53 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ സോവിയറ്റ് ബഹിരാകാശ പേടകം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.